നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലെ വാട്ടർ പ്യൂരിഫയറിൻ്റെ UV ലൈറ്റ് തെളിഞ്ഞു നിന്നിട്ടും വാട്ടർ ടാങ്കിൽ വെള്ളം നിറയുന്നില്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിക്കാതെ എങ്ങനെ നിങ്ങൾക്ക് തന്നെ അത് സ്വയം റിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം എൻ്റെ ഈ അക്വഡൈൻ്റെ UV വാട്ടർ പ്യൂരിഫയറിൻ്റെ UV ലൈറ്റ് തെളിയുന്നുണ്ട്. ഇതാ കണ്ടോ? പക്ഷേ UV ലൈറ്റ് തെളിഞ്ഞു നിന്നിട്ടും ടാങ്കിൽ വെള്ളം വരുന്നില്ല. അത് എന്താണെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്. കണ്ടോ? നമ്മുടെ റിലേയ്ക്ക്, ഈ സോളിനോയിഡ് വാൽവിൻ്റെ റിലേയ്ക്ക് പവർ കിട്ടുന്നില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ ടാങ്കിൽ കാണിച്ചു തരാം. ടാങ്കിൽ ഒട്ടും വെള്ളമില്ല, പക്ഷേ UV ലൈറ്റ് ഓണാണ്. അതായത് ബാക്കി പ്രശ്നം ഒന്നും തന്നെ ഇല്ല. പ്രശ്നം വരുന്നത് നമ്മുടെ സോളിനോയിഡ് വാൽവ് ഓണാവാത്തതാണ്. സോളിനോയിഡ് വാൽവ് ഓണാവുന്നില്ലെങ്കിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒറ്റ റീസണേ ഉള്ളൂ, നമ്മുടെ പവർ അഡാപ്റ്റർ. കാരണം ഈ ഒരു അഡാപ്റ്ററിൽ നിന്നുള്ള സപ്ലൈ വെച്ചിട്ടാണ് നമ്മുടെ സോളിനോയിഡ് വാൽവ് ഓപ്പൺ ആവുന്നത്. ഇതൊരു 24 വോൾട്ട് 2 ആംപിയറിൻ്റെ പവർ സപ്ലൈ ആണ്. ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ്. അല്പം തുരുമ്പൊക്കെ ആയിട്ടുണ്ട്, കാരണം ഓൾമോസ്റ്റ് വെള്ളത്തിൻ്റെ പ്രസൻസുള്ള സംഭവമാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, ഇത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് അവേ റീപ്ലേസ് ചെയ്യാം. ഇതാ ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നാണ് പുതിയ IOMEGAയുടെ അഗെയിൻ 12 വോൾട്ട് 2 ആംപിയറിൻ്റെ പവർ സപ്ലൈ ആണ്. ഓൾമോസ്റ്റ് 550 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. ഇതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. AC കോഡ് കൊടുക്കുക, ഔട്ട്പുട്ട് നേരെ ആ ഒരു ഫ്ലോട്ട് സ്വിച്ച് വഴി റിലേയിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ കണക്ഷനാണ്, നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഊരുന്നതിന് മുമ്പ് അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പവർ സപ്ലൈയും ഔട്ട്പുട്ട് നേരെ നമ്മുടെ ഇതിലേക്ക് പോകാമെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതാ നേരത്തെ 0 വോൾട്ട് കാണിച്ചിരുന്നിടത്ത് ഇപ്പോൾ 24 വോൾട്ട് വരുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ടാങ്കിലേക്കുള്ള വാട്ടർ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? പയ്യെ ടാങ്കിലേക്കുള്ള വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഈ ഫ്ലോട്ട് വാൽവ് ഓണായി എന്നതിൻ്റെ സൂചനയാണ് നമ്മുടെ UV ലൈറ്റ് തെളിയുന്നത്. പക്ഷേ ഫ്ലോട്ട് വാൽവ് ഓണായിട്ടും നമ്മുടെ സോളിനോയിഡ് വാൽവ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ടാങ്കിൽ വെള്ളം വരാണ്ടിരുന്നത്. അതിൻ്റെ റീസൺ ഈ 24 വോൾട്ട് പവർ സപ്ലൈ. എല്ലാത്തിലും 24 വോൾട്ട് ആവണമെന്നില്ല, നിങ്ങളുടെ ചിലപ്പോൾ 12 വോൾട്ട് ആവാം. അത് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ വോൾട്ടേജ് എന്നുള്ളത് അത് നോക്കിയിട്ട് റീപ്ലേസ് ചെയ്യുക. ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെക്നീഷ്യൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ ഇങ്ങനെ വരുന്ന ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സോളിനോഡിലോ അല്ലെങ്കിൽ പവർ സപ്ലൈയിലോ ഉള്ള വോൾട്ടേജ് റേറ്റിങ്ങിലുള്ള അതേ റീപ്ലേസ്മെൻറ്റ് പവർ സപ്ലൈ തന്നെ വേണം നമ്മൾ വാങ്ങാനായിട്ട്. ബ്രാൻഡ് പ്രശ്നമല്ല, സെയിം വോൾട്ടേജും സെയിം കറണ്ട് റേറ്റിങ്ങും ആയിരിക്കണം. അപ്പോൾ ഇതാ കണ്ടല്ലോ, വെള്ളമൊക്കെ വരുന്നുണ്ട്, സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.